ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ആറാട്ടുപുഴ പൂരമാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുന്നത് വൈകിട്ടാണ്. ഫുൾ ഓട്ടം കൊണ്ട് ഓട്ടമായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് നേരെ ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ഇടമുട്ടത്താണ് സ്ഥലം വരുന്നത്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഞങ്ങൾ 2:30 ബുക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ 2:30 തന്നെ അവിടെ എത്തി. പക്ഷേ അവിടെ കാത്തിരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ്. പിന്നെ ഞങ്ങൾ കണ്ടിറങ്ങി വന്നപ്പോൾ 5 മണിയായി. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതാനിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ അവിടെ തേവരെ വരവേൽക്കാനായിട്ട് പോകണം. ഞങ്ങൾ എല്ലാ വഴിയിലും ഇങ്ങനെ തയ്യാറാക്കി വെച്ച് നിൽക്കും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അമ്മ എത്തിയപ്പോൾ 5 മണി ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇടയ്ക്ക് എനിക്ക് പോകുന്നുണ്ടായിരുന്നു ഞാൻ ഓരോ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആറാട്ടുപുഴ ഉത്സവത്തിന് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ എനിക്കറിയുള്ളൂ. പ്രയാർ അമ്പലത്തിൽ നിന്നാണ് തേവർ ഇറങ്ങണത്. എന്നിട്ട് എല്ലായിടത്തും കയറാനൊന്നും നിൽക്കില്ല. പക്ഷേ ഓരോ വഴികളിലായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ട് നിൽക്കും. എന്നിട്ടാണ് പിന്നെ ആറാട്ടുപുഴ അമ്പലത്തിലോട്ട് എത്തുന്നത്. അതുപോലെ കൂടെ ഭക്തരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാവും. എല്ലാവരും തൃപ്രയാറിന് തൊട്ട് തേവരുടെ കൂടെ തന്നെ നടക്കും. എന്നിട്ടാണ് അമ്പലത്തിലോട്ട് പോണത്. ഒരു കൊല്ലം എന്തോ പോയിട്ടുണ്ടായിരുന്നു ആറാട്ടുപുഴയ്ക്ക്. പക്ഷെ പിന്നെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ നമ്മളിവിടെ വഴിയിൽ തന്നെയാണ് നിൽക്കാറ്. അമ്പലത്തിൻ്റെ അവിടെ 100ഓളം ആനകളുണ്ടാവും. നമ്മളിവിടെ തേവരായിട്ട് ഇവിടെ നിന്ന് ഒരു ആനയാണ് പോണത്. നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം 11 മണി ആവാറായിട്ടുണ്ടായിരുന്നു. എല്ലാ കൊല്ലം എത്തുമ്പോൾ ആ സമയമൊക്കെ തന്നെയാവും. പിന്നെ പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് നമ്മളിവിടെ എത്തുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ 8 മണിയാകുമ്പോഴേക്കും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഓരോരുത്തർ പറ വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോരുത്തർ ഏത് പറ വേണ്ടതെന്ന് വെച്ചാൽ അവർ അത് കൊണ്ടുവച്ച് നിറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നെൽപ്പറയായിരുന്നു. എന്ത് ഭംഗിയാണല്ലേ എല്ലാം ഒരുക്കി വെച്ചപ്പോൾ തന്നെ കാണാൻ. ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലൊക്കെ തന്നെ ഒരുക്കി പറ നിറയ്ക്കേണ്ടവർ പറ നിറച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം ഞങ്ങളിവിടെ ദേ ഇങ്ങനെയാണ് എല്ലാ കൊല്ലം നടത്താറ്. പിന്നെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളടുത്ത് തന്നെ അവിടെ ശർക്കര പാനി അങ്ങനെ എന്തോ കൊടുക്കും. പിന്നെ അതുപോലെ ഇഡലി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് അങ്ങനെ ദാഹിച്ച് വരുന്നവർക്കൊക്കെ കുടിക്കാനും കഴിക്കാനൊക്കെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ടാവും. എൻ്റെ കൂടെ പഠിച്ച ചില ഫ്രണ്ട്സിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വീടിൻ്റെ അടുത്തുള്ളവരെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ നടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ സംസാരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ തലേദിവസം തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മാവ പോയി പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തേവർ തിരിച്ചു പോകുമ്പോൾ ഒറ്റ നടത്തായിരിക്കും. എവിടെയും നിൽക്കാനോ ഒന്നും തങ്ങാനൊന്നും നിൽക്കില്ല. അപ്പോൾ നമ്മളവിടെ വിളക്ക് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് തേവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് വീട്ടിലെയാണ് ഒരുക്കങ്ങളാണ് കാണുന്നത്. അപ്പോൾ കുറേ ജനങ്ങൾ ഇതിലെ പോകുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ നടന്നു പോകുന്നതൊക്കെ നല്ലതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറും എന്നാണ് പറയുക. പിന്നെ കുറേ പേരൊക്കെ ചിലർ ചെരുപ്പിടാതെയും പോവും. അതും വളരെ നല്ലതാണ്. നമ്മുടെ ഇവിടെ അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പടക്കമൊക്കെ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അടുത്തെത്താറായതിൻ്റെ സിഗ്നലാണ്. നമ്മുടെ ഇവിടെയും പടക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ പൊട്ടിക്കണം. നന്നായി മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്നാണ് പറയുക. നമ്മുടെ അടുത്ത് ചെറുക്കൽ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാനൊന്നും പോയൊന്നുമില്ല. ഇവിടെ തന്നെയായിരുന്നു നിൽപ്പ്. പിന്നെ അതുപോലെ കനാലിലേക്കും ആദ്യമൊക്കെ പോകാറുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട്. അവിടെ കനാലിൽ നല്ല ഭംഗിയാണ്. അവിടെ പ്രതിമയൊക്കെ ശിവൻ്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരിക്കും കാണാൻ. ഇപ്പോൾ ഒരു ആന വരുന്നുണ്ട്. നല്ല സ്പീഡിലാണ് നടന്നു തന്നെ. അപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താവോ ഓടണതാണെന്നൊക്കെ. പക്ഷേ അത് തേവരാനയല്ലായിരുന്നു. ഞാൻ ഈ സൈഡിലേക്ക് ഒതുങ്ങിക്കായിരുന്നു. അപ്പുറത്താണെങ്കിൽ മതിലും. ഈശ്വര എന്തെങ്കിലും പറ്റുമെന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ച് നിൽക്കായിരുന്നു. ഇത്രയും അടുത്തുനിന്ന് കാണാൻ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ആനേനെ. പക്ഷെ നമ്മൾ പുറത്ത് നല്ല ധൈര്യം കാണിച്ച് അങ്ങനെ നിന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ പാവമായിട്ട് തന്നെയായിരുന്നു പോകണ്ടായിരുന്നത്. ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് തേവരാനയും വരുന്നത്. ഇപ്രാവശ്യം നേരത്തെയൊക്കെ വരുന്ന പറഞ്ഞതാണ്. പക്ഷേ എത്തിയപ്പോൾ 11 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത്. തേവർ വന്ന് പോയതിന് ശേഷമാണ് കഴിച്ചത്. എന്നിട്ടാണ് പിന്നെ കിടന്നുറങ്ങിയപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞുള്ള പൂരം നമ്മുടെ തൃശ്ശൂർ പൂരമാണ്. അത് കാണാൻ പോവാറേ ഇല്ല. ഭയങ്കര തിരക്കായ കാരണം കൊണ്ട് അങ്ങനെ പോവാറുണ്ടായിരുന്നില്ല.
ആറാട്ടുപുഴയ്ക്കാണെങ്കിൽ അത് ഒരു വട്ടം എന്തോ പോയിട്ടുള്ളൂ, അതിന് ശേഷം പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോകണം നല്ലതാണ്. പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് നിന്ന് തിരിയാൻ ഒന്നിനും സ്ഥലം ഉണ്ടാവില്ല. ആനകളും കുറേ നേരം നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കാനും പേടിയുണ്ടല്ലോ. പിന്നെ അവിടുത്തെ മേളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുലർച്ചയും മേളം ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അവിടുന്ന് തേവർ പിരിഞ്ഞു പോരുന്നൊരു രംഗമുണ്ട്. അതാണ് ശരിക്കും കാണേണ്ട കാഴ്ച എന്ന് അമ്മാമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മാമ്മ കുറേ വട്ടം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. 7 കണ്ടം കടന്ന് നിന്നിട്ടുമാണ് അവർ പറഞ്ഞ് തിരിച്ചു പോരുന്നത്. അത് 2 ആനകളും തമ്മിൽ തുമ്പിക്കൈ 2 കോർത്ത് പിടിച്ച് നിന്നിട്ടാണ് ദൈവത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് അവർ അതായത് അടുത്ത കൊല്ലം ഇന്ന ദിവസം ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോരുന്നത്. ആ കാഴ്ച കാണുമ്പോൾ എല്ലാവരും കണ്ണ് നിറയുമെന്നാണ് പറയുക. അതുപോലെ ആനയുടെ ആയാലും കണ്ണ് നിറഞ്ഞിട്ടാണ് പോരാ. പിന്നെ പോന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കലോ ഒന്നുമില്ല, ഒറ്റ നടത്താണ്. മാലവൾ ബർത്ത് ഹായ് അങ്ങനെ തേവരൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തി. 11:30 ആവാറായിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. അപ്പം നല്ലോണം പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അപ്പോൾ എല്ലാം നന്നായി നടന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.